ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ പരിപാടി ചിക്കോട്ടിന്റെ റിസപ്ഷൻ. അതെ, അപ്പൊ ഇന്ന് ചിക്കോന്റെ റിസപ്ഷൻ ആണ്. അപ്പൊ എല്ലാരും പോയി, അവരൊക്കെ പോയി കഴിഞ്ഞു. ഞങ്ങള് വണ്ടിയിൽ പോണ്ട്. ഇവിടെ ഒരു ട്രാവലർ പോയി, ഒരു ട്രാവലർ കൂടി ഇവിടെ വെയിറ്റിംഗ് ആണ്, വണ്ടി എടുക്കാനാണോ? അതെ, അപ്പൊ ബാക്കി വീഡിയോയിൽ കാണാം. ഹേ ഗൈസ്, അപ്പൊ ഞങ്ങള് ഇന്ന് പോണത് ജീപ്പിലാണ്. നിങ്ങളപ്പോ അങ്ങനെ വണ്ടി എടുത്തു കഴിഞ്ഞു. എന്താ പറയാനുള്ളത്? എന്താ പറയാ? യെസ്, വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്. ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വഴി ചെറിയൊരു പണി കെട്ടിയിരിക്കണം. അപ്പൊ ഞങ്ങൾ ഈ വഴിയെ പോകുന്നത്. ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാല്ലേ അല്ലേ ഗൈസ്? അപ്പോ ഞങ്ങള് റീച്ച് ആവാനായി. കുതിര വണ്ടി, കുതിര കാറാണ് കാണാനില്ലല്ലോ. അവിടെ ഉണ്ടല്ലോ. എവിടെ? അല്ലേ? അവിടെ കൊണ്ടിട്ടേക്ക്. അപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ട്രാവലർ. ചെക്കന്റെ വണ്ടി അവിടെ വരാ. ചെക്കന്റെ വണ്ടിയോ? ഇതും ചെക്കന്റെ വണ്ടി. അത് അവിടെ ഇടണം, ഇവിടെ ഇടട്ടെ. ചെക്കന്റെ വണ്ടി ഉണ്ടോ? അതോ സോഫിയ ആൻറ്റി അങ്കിളൊക്കെ ഉണ്ട്. നമുക്ക് വണ്ടി എവിടെ ഇടാം? ബാങ്കിലിടാം. ആ വണ്ടി ഗൈസ്, നമ്മുടെ പാട്ടുകാരനോ? വെൽക്കം ഡ്രിങ്ക്സ്. കുടിച്ചോളൂ. ഇപ്പൊ ഞങ്ങള് നേരത്തെ എത്തി, ചിക്കോട്ടിന് എത്തണേ ഉള്ളൂ. പാലക്കാട് നിന്ന് ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് വന്നോണ്ടിരിക്കാണ്. സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് എല്ലാം നടന്നോണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. പണി കഴിഞ്ഞിട്ടില്ല തോന്നുന്നു. സുജേട്ടൻ ബിസിയാണ്. ആള് കുറച്ച് ബിസിയാണ്. വ്ളോഗർ അവിടെ ഫോട്ടോഷൂട്ടിലാണ്. ഇത് സുജേട്ടന്റെ മാമൻ. ഇവിടെ വരുന്നവർക്ക് നല്ല ജ്യൂസസ് ഉണ്ട്. നമ്മുടെ പയ്യന് ഫോട്ടോ എടുക്കണം പറയാം. എന്റെ അടുത്ത് തരാലോ, നീ നിക്ക്. അപ്പോ നമ്മളിപ്പോ ദേവർക്കാട് മണ്ഡപത്തിൽ എത്തിയിരിക്കുകയാണ്. റിസപ്ഷൻ. ചെക്കൻ എത്തുന്നേ ഉള്ളൂ, ബാക്കി എല്ലാരും വന്നോണ്ടിരിക്കുകയാണ്. നമ്മള് 2 ട്രാവലർ ട്രിപ്പ് അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ബാക്കി എല്ലാരും നേരത്തെ എത്തും. നമുക്കറിയാം നമ്മുടെ ടൈമിങ് 11 മണി തൊട്ട് 2 മണി വരെയാണ്. 11 മണി ആയിട്ടുണ്ട്. എല്ലാരും വന്നോണ്ടിരിക്കുന്നു. നമുക്ക് 3 തരം വെൽക്കം ഡ്രിങ്ക്സ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു തരം കുടിച്ചു നോക്കി, നന്നായിട്ടുണ്ടായിരുന്നു. 1 തരം 2 തരം. അതെന്താ 1 തരം? ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. ഗ്ലാസ് ഒക്കെ അടിപൊളിയാണ്. ഞങ്ങൾ ഇതൊക്കെ ഷൂട്ട് ചെയ്താണ് വീണ്ടും. ഗ്രീൻ ലിച്ചി. ഞങ്ങള് വെൽക്കം ചെയ്യാൻ നിൽക്കാണ്. വെൽക്കം ബോയ്സ്. വെൽക്കം ബോയ്. ഞങ്ങള് 3 വെൽക്കം ചെയ്യാൻ. നമ്മുടെ പെണ്ണുവീട്ടുകാരാണ്. നമ്മുടെ ആർദ്രയുടെ അച്ഛൻ എല്ലാരും എത്തിയിട്ടുണ്ട്. ഹായ്. അപ്പൊ ഇവര് ട്രിവാൻഡ്രത്ത് നിന്ന് വന്ദേ ഭാരതിൽ വന്നിട്ട് തൃശ്ശൂരിന്ന് ട്രാവലർ എടുത്തിട്ട് വന്നാണ്. നമ്മുടെ മാമനൊക്കെ റെഡിയായി ചുള്ളനായി നിൽക്കുന്നുണ്ട്. എന്താ മാമ പറയാനുള്ളത്?
അവന്റെ കല്യാണമല്ലേ ഒന്ന് കൂടിയിട്ട് പോവാന്ന് പറഞ്ഞു. വെറുതെ ഇറങ്ങിയതാണ്. വെറുതെ ഇറങ്ങിയതാ. ഐഷു നേഹയൊക്കെ അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഐഷു റെഡി ആണോ? ചിക്കോണ്ണ അവിടെ ആ സെറ്റാണ്. സുജി ഇവിടെ ഫുൾ തിരക്കിലാണ്, ബിസിയാണ് ഗൈസ്. ഗൈസ് ഉള്ളില് ലൈറ്റ് എല്ലാം ഇട്ട് സ്റ്റേജൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ചെക്കൻ എത്തിയിരിക്കുകയാണ്, കല്യാണ ചെക്കൻ. ഇവിടെ വീഡിയോഗ്രാഫർമാരുണ്ട്, ക്യാമറാമാൻ. അപ്പൊ അവര് പറയുന്നതിനനുസരിച്ച് ആ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പയ്യൻ ഇറങ്ങിയിരിക്കുകയാണ്. ഒപ്പം നിക്ക്. ഇനി അടുത്തതായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും മ്യൂസിക് കേട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഗെയിമിലേക്ക് കടന്നാലോ? നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. ഈ ഒരു ടൈം നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യണം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഇവിടെ സോങ് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ അതിന്റെ റിലീക്സ് ആർക്കാണോ ഗെസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പൊ എത്രമാത്രം ആൾക്കാര് സോങ്ങുകള് ഈ ഒരു മ്യൂസിക് അളാമലു അത് ഞാൻ പാട്ട് പറഞ്ഞുതരാ, നീ അവിടെ പോയി പറഞ്ഞാ മതി. നീ മെയിനാ പാട്ടാ. സോ നമുക്കൊരു പാട്ട് കൊടുത്താലോ? ആദ്യത്തെ നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളൊരു സോങ്ങിലേക്ക് മ്യൂസിക് തുടങ്ങി കഴിഞ്ഞാൽ സോങ് കിട്ടിക്കഴിഞ്ഞാൽ കൈയൊന്ന് പൊക്കിയാൽ മതി. ഓക്കെ, യെസ്, വളരെ സിമ്പിൾ. കൈ പൊക്കണണ്ടാ. ആദ്യത്തെ സോങ്ങിലേക്ക് ആര് കൈ പൊക്കും ആദ്യം? അമലു നീ കൈ പൊക്കണണ്ടാ. കൈപൊക്കി കൈപൊക്കി. ദീപക്കേട്ടൻ ചെയ്തിരിക്കുന്നത്. കേട്ടപ്പോ തൊട്ട് ഞാൻ കൈ പൊക്കണോ, എനിക്ക് സോങ് അറിയാം, അങ്ങനെയാണ് ഇരുന്നത്. പിന്നെ ഒരു 30 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ ആൾക്കൊരു കോൺഫിഡൻസ് വന്നു. ഏതാണ് സോങ്? ഇത് തന്നെയാണോ? യെസ്, ഒന്നും കൂടി പറയാമോ? യെസ്. വേറെ വണ്ടി ട്രിപ്പ് പോയിട്ട് വന്നിട്ട് ഇത് ഞങ്ങളെ പഠിപ്പിച്ച പണ്ടത്തെ ഒരു ടീച്ചറാണ്. ഞങ്ങൾ പോയി മിണ്ടിയിട്ടില്ല. വേണ്ട, ചിന്നു ചേച്ചിയുടെ അമ്മയാണ്. ഞങ്ങളെ എക്സാം ടൈമിലൊക്കെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്നെ തന്നെയായിരുന്നു ഭയങ്കര നോട്ടിങ്. ഞങ്ങള് ചിക്കോട്ടിന് വെയിറ്റിംഗ് ആണ്. ചിക്കോട്ടിനെവിടെ ബ്രോ? ചിക്കോട്ട മേലെയാണ്. എന്താ പറയാനുള്ളത് ഈ നിമിഷത്തിൽ?
ഈ നിമിഷത്തിൽ എല്ലാവരും ഭയങ്കര സന്തുഷ്ടരാണ്. ചിക്കുവാട്ടനും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്, ആർത്തിനെയും സന്തോഷത്തിൽ തന്നെയാണ്. കല്യാണം കഴിഞ്ഞല്ലോ. എന്താ പറയാനുള്ളത് പറഞ്ഞോ. അവൻ ഇൻട്രോവേർട്ടാണ്. അപ്പോ സമയം 12 പറയും. അവനെയോ മേലേന്ന് താഴേക്ക് വന്നോണ്ടിരിക്കണ്ട്. ഇനി അവര് ഫുൾ ടൈം സ്റ്റേജിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. ഗൈസ്, അപ്പോ ഞങ്ങൾ ഈ റിസപ്ഷന് വേണ്ടി ഫുള്ള് പ്ലാനിങ് ആണ് എല്ലാം, അല്ല? അതെ അതെ, നല്ല പാട്ടല്ലേ? അപ്പൊ ഇവിടെ ലൈവ് സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ട്. വധുവരന്മാർ റെഡി ആയിരിക്കുന്ന Sujanish onto guys. Is it? ഞാൻ pronounce ചെയ്ത് correct ആണോ? Yes. So please join with us. Currently, Sujanish is working as a sales support executive. So let's move on to invite Adra's brother, Mr. Anand, onto the dais. So everyone, നല്ലൊരു കൈയ്യടി കൊടുക്കുക. Let me invite Adra's brother, Mr. Anand, onto the dais. Please join with us. And he is working for a company at Technopark, Kurukkutam, Trivandrum. So, എനിക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു മൊമെന്റിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് ഡൈനിങ് ഹാൾ. ഗായ്സ്, നമ്മുടെ കൗണ്ടർ എല്ലാം റെഡിയാണ്. കുറെ ടേബിൾ ഉണ്ട് ഇരുന്ന് കഴിക്കാൻ. പിന്നെ നമ്മുടെ സാലഡ് കൗണ്ടറും എല്ലാം സെറ്റാണ് ഗൈസ്. അപ്പം, പൊറോട്ട, ഡക്ക് റോസ്റ്റ്, കാശ്മീരി പുലാവ്, ചിക്കൻ കറി, ബീഫ് കോക്കനട്ട് ഫ്രൈ. അതാണ് അവിടുത്തെ മെനു. ഇവിടെ വെള്ളമുണ്ട്. സെയിം തന്നെയാണ് രണ്ട് കൗണ്ടറിലും. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് സെർവ് ചെയ്യുന്ന ഫുഡ്. ഇവിടെ ലൈവായിട്ട് ആപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാരും കഴിക്കാൻ കയറി. വിഭവ സമൃദ്ധമായ ഫുഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാരും വയറുനിറയെ കഴിക്കട്ടെ. ഗൈസ്, പിന്നെ ഈ കൗണ്ടറിൽ റൈസ്, സാമ്പാർ, കപ്പ, മീൻകറി. ഗൈസ്, സുനിലേട്ടൻ എത്തിയിരിക്കാന്ന്. അയ്യോ ഇന്നാണ് ചിക്കൻ റിസപ്ഷൻ. അതെ അതെ, പ്രോഗ്രാം തുടങ്ങി. ഞങ്ങള് കഴിക്കായിരുന്നു ഗൈസ്.
ഗൈസ് അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ചിക്കോട്ടിന് ഇപ്പോൾ സ്റ്റേജിൽ തന്നെയാണ്. ആണ് ഭയങ്കര ടയർഡായി രണ്ടുപേരും. അപ്പോൾ കഴിഞ്ഞിട്ട് അവർ കഴിക്കാതിരിക്കുന്നതാണ്. ഗൈസ് ഇവിടെ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുകയാണ്. നേഹയും ഐശുണ്ട്. ഗൈസ് ഫുഡ് കഴിച്ചാ? ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്തൊന്നും പറയാനല്ലേ? സങ്കടവും സന്തോഷവും അല്ലെങ്കിൽ എന്താണ് ഫീലിംഗ് പറയാൻ പറ്റാത്തൊരു എന്താ ചെയ്യാ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത്രയും ക്ലോസ് ആണ്. അതെ അതെ. ഇപ്പൊ ലാസ്റ്റത്തെ ഒരു ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് അവര് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ്. ക്യാമറമാൻ പേടിച്ചു. ടൈമിങ്ങിന് അവര് ഇത് ആക്കിയപ്പോ ആൾ ടെൻഷനായി. ക്യാമറ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് രണ്ടുപേർക്കും ടയേർഡായി വയ്യാണ്ടായി. പക്ഷെ ഫോട്ടോ എടുക്കണം ഗൈസ്. എല്ലാരും പോയി. ബാക്കി രണ്ടുപേരും ഞങ്ങളും പിന്നെ ഇവരൊക്കെയാണ് ഉള്ളത്. ആരമ്മനെ അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് ഹാപ്പിയാണ്, വീട്ടുകാർ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. നിങ്ങളും ഹാപ്പി ആയിരിക്കൂ. നല്ലത് ചിന്തിക്കൂ, നല്ല പ്രവർത്തിക്കൂ. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.